എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജൂലൈ വരെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം നേരത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് ജാം ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ അത് സബ്മിറ്റ് ആവാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണുക. മാക്സിമം ഈ ഒരു എക്സാം എഴുതാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മലയാളം, 10 മാർക്ക് ജി കെ, പിന്നെ 50 മാർക്ക് നമ്മുടെ ഫീൽഡാണ്. അതായത് ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് 40 മാർക്കാണ്. ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ വരുന്ന സബ്ജക്റ്റുകളാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, പിന്നെ വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഈ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിൽ വരുന്നത്. ഇതിൽ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് DC ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ചില എക്സാമുകൾക്ക് അറിയാം ഈ C++, അതുപോലത്തെ എക്സ്ട്രാ മാത്സ് അതുപോലെയുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. പക്ഷേ ഇതിന് ഈ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിന് അങ്ങനെ ഒരു സിലബസ് ഇല്ല. അതുപോലെ തന്നെ ഒറ്റ എക്സാമാണ്. ഈ ഒരൊറ്റ OMR എക്സാം പാസ്സായാലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പോകാൻ പറ്റുക. ഓക്കെ, വേറെ എക്സാമുകളില്ല, സ്കിൽ ടെസ്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്നാണ് അടുത്തായിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ് തന്നെയാണ്. അതായത് 50 മാർക്കിന് ചോദിക്കുന്ന ടൈപ്പ് റൈറ്റിങ്ങും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങുമാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ, എത്ര ടഫുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് മാക്സിമം മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനെ അപേക്ഷിച്ച് വലിയ സിലബസ് അല്ല, ചെറിയൊരു സിലബസാണ്. ആ ഒരു സിലബസ് മുഴുവനായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഒരു കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് എന്നുള്ള സെക്ഷനാണ്. അതിൽ വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതും നമ്മൾ ഈ ഡിപ്ലോമ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് ഏകദേശം അറിയാവുന്ന ഒരു ഫീൽഡായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവും, എങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏകദേശം കട്ട് ഓഫ് വരുന്നത് ഒരു 60 to 70 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു എക്സാമിന് 50 മാർക്കിൻ്റെ പ്രാധാന്യം എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനീ പറഞ്ഞ കട്ട് ഓഫ് 60, 70 ആ ഒരു റേഞ്ച് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ ലിസ്റ്റുകളുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ ഈ ഒരു കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിന് ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും മിക്കവാറും കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു 50 മാർക്കിൽ ഒരു 45 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 15 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ എക്സാമിന് പഠിക്കുന്നവർക്ക് ഒന്നില്ലെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് വാങ്ങാൻ കഴിയും. അതിൽ 40 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗ്രാമർ പാർട്സും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ്, മലയാളം നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 40 മാർക്കിൽ ഒരു 30 മാർക്ക് വാങ്ങിയാൽ തന്നെ നമുക്ക് കട്ട് ഓഫ് കടന്നു കിട്ടും. ഓക്കെ, അപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ GK നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതും പഠിക്കുക. നമുക്ക് ഈ സാധാരണ എക്സാമുകൾക്ക്, PSC എക്സാമുകൾക്കുള്ള അത്രയും സിലബസ് ഒന്നും ഇതിനില്ല. ഓക്കെ, കറണ്ട് അഫയേഴ്സ് പ്ലസ് GK ആണ് ഈ 10 മാർക്കിൽ വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം നോക്കുക. പിന്നെ GK എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വൈഡായിട്ടുള്ള ഒരു സിലബസ് അല്ല, കേരള നവോത്ഥാനം ഉൾപ്പെടുന്ന ഒരു സിലബസാണ് GK വരുന്നത്. അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞാൽ GKയും വലിയൊരു ടോപ്പിക്കായിട്ട് പറയാൻ പറ്റില്ല. ജനറൽ PSC വെച്ച് നോക്കുമ്പോൾ അതും പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എന്തായാലും
ആദ്യത്തെ റാങ്കുകൾ തന്നെ കിട്ടാൻ കഴിയും. ഓക്കെ, ഇനി ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ് ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ സിലബസ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അതായത് ഈ ടൈപ്പ് റൈറ്റിങ്ങും പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കറക്റ്റായിട്ട് പഠിക്കുക. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ നമ്മൾ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണുമ്പോൾ 4 ഓപ്ഷൻസും ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ടോപ്പിക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന ഓപ്ഷൻസ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ അതിൽ 4 ഓപ്ഷൻസും ശരി ഉത്തരമായിട്ട് തോന്നും. അങ്ങനെ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുത്താനും കഴിയും. അപ്പോൾ നമ്മൾ എക്സാം ഹോളിൽ പോയി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കും. ക്വസ്റ്റ്യൻസ് സിമ്പിളായിരിക്കും, നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരിക്കും വരിക. പക്ഷേ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ടഫാവും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനും ആയിട്ട് അത്രയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഓപ്ഷൻസ് ആയിരിക്കും മിക്കവാറും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, തോന്നുന്ന ഒരു ആൻസർ മാർക്ക് ചെയ്ത് നമ്മൾ വീട്ടിലെത്തി ആൻസർ കീ പരിശോധിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും തെറ്റിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്ക് വരികയും അതുപോലെ തന്നെ നല്ല രീതിയിൽ മാർക്ക് കുറയുകയും ചെയ്യും. ഇപ്പോൾ എക്സാം എത്രത്തോളം സിമ്പിളാവുന്നോ അതിനനുസരിച്ചിട്ട് നെഗറ്റീവ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കുഴപ്പം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം, നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു റാങ്ക് ഫയൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. PDF ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ് ഇത് രണ്ടുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ വരുന്ന ടോപ്പിക്സിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടും അതുപോലെ തന്നെ അതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ കൂടെ 2006 മുതൽ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് ക്വാളിഫിക്കേഷന് നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീസും ഉൾപ്പെടുത്തിയിട്ടുള്ള PDF ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PDF വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക, പഠിക്കുക. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്കും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിയിട്ട് ഉപയോഗപ്പെടുത്തുക. എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം മാക്സിമം പഠിക്കുക. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക. എന്തായാലും ഒരു 4 മാസം 5 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു. ആദ്യം നിങ്ങൾ ഫാക്ട്സ് പഠിക്കുക, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.